ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം ലളിതാ പരമേശ്വരേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമം പുരുഷാർത്ഥപ്രദാ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി. പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്ന ദേവി. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ. പൂർണ്ണ, ക്ഷയവും വൃദ്ധിയുമില്ലാതെ പൂർണ്ണയായി ഇരിക്കുന്ന ദേവി. ഭോഗിനി, ഭോഗവസ്തുക്കളെ മുഴുവൻ അനുഭവിക്കുന്ന ദേവി. ഭുവനേശ്വരി, 14 ലോകങ്ങളുടെയും ഈശ്വരിയായിരിക്കുന്ന ചൈതന്യം. അംബിക, അനാദിനിധന, ഹരിബ്രഹ്മേന്ദ്ര സേവിത. ലോകമാതാവായിട്ടിരിക്കുന്നതും ആദിയും അന്തവുമില്ലാത്തതുമായ രൂപം ആണ് ദേവിക്ക്. ഹരിബ്രഹ്മേന്ദ്ര സേവിത. വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരാൽ സേവിക്കപ്പെടുന്നവളുമായ ദേവിക്ക് നമസ്കാരം എന്നാണ് ഇവിടെ അർത്ഥം. അടുത്തത് നാരായണീ നാദരൂപ നാമരൂപ വിവർജിത. നാരായണിയായിട്ടിരിക്കുന്ന ദേവി നാദസ്വരൂപത്തിലിരിക്കുന്നു. നാമരൂപങ്ങൾക്കതീതയാണ്. ഹ്രീങ്കാരി, ഹ്രീമതി, ഹൃദ്യ, ഹേയോപാദേയ വർജിത. ഹ്രീം എന്ന ബീജമന്ത്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ദേവി. ഹ്രീമതി, ലജ്ജാവതിയായിരിക്കുന്ന ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തരുടെ ഭക്തിക്ക് മുമ്പിലാണ് ദേവി ലജ്ജാവതിയായിരിക്കുന്നത്. ഹൃദ്യ, എല്ലാറ്റിൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്നു. ഉപേക്ഷിക്കപ്പെടേണ്ടതോ സ്വീകരിക്കപ്പെടേണ്ടതോ ആയി ഒന്നുമില്ലാത്ത ആളാണ് ദേവി. അടുത്തത് രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന. രാജരാജന്മാരാൽ അർച്ചിക്കപ്പെട്ടിരുന്നു ദേവി. മനു, കുബേരൻ തുടങ്ങിയ രാജാക്കന്മാർ ദേവിയെ ഉപാസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. രാജ്ഞി, മഹാറാണിയായിട്ടുള്ള ദേവി. രമ്യ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ദേവി. രാജീവലോചന, താമര ഇതൾ പോലെ നീണ്ടുവിടർന്ന കണ്ണുകളോടുകൂടിയ ദേവി എന്നാണ് ഇവിടെ അർത്ഥം. അടുത്തത് രഞ്ജിനി രമണി രസ്യ രണകിങ്കിണി മേഖല. മനസ്സിനെ കുളിർപ്പിക്കുന്നു ദേവി. രമിപ്പിക്കുന്നു, രസരൂപിണിയായിട്ടിരിക്കുന്നു. തൻ്റെ കച്ചയുടെ മുകളിലായിട്ട് കിലുങ്ങുന്ന മണികളോടുകൂടിയ അരഞ്ഞാണം ധരിച്ചിരിക്കുന്നതുമായ ദേവിക്ക് നമസ്കാരം. രമാ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ. രമ, ലക്ഷ്മീ ദേവിയായിട്ടിരിക്കുന്നു. രാഗേന്ദുവദന, വദനം, മുഖം, പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയിരിക്കുന്നു. രതിരൂപ, കാമദേവ പത്നിയായ രതീദേവിയുടെ രൂപത്തോടുകൂടിയും ദേവി ഇരിക്കുന്നു. രതിപ്രിയ, ലോകാനുഗ്രഹാർത്ഥം രതിയിൽ പ്രിയമുള്ള ദേവി. ഇവിടെ തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ഭക്തിയിൽ ആനന്ദം അനുഭവിക്കുന്നു എന്നുകൂടി ഇവിടെ രതി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അടുത്തത് രക്ഷാകരി രാക്ഷസഗ്നി രമാ രമണലംബട. ലോകത്തെ രക്ഷിക്കുന്നതും രാക്ഷസന്മാരെ ഹനിക്കുന്നതുമായിട്ടുള്ള രൂപത്തിൽ ഇരിക്കുന്നു. ആനന്ദം ജനിപ്പിക്കുന്നതും പതിയിൽ ഭക്തിയുള്ളവളുമായി ഇരിക്കുന്നതുമായിട്ടുള്ള ദേവിക്ക് നമസ്കാരം.
നമുക്ക് നേരെ വരുന്ന ശത്രുതകളെയും ദുഷ്ടതകളെയുമെല്ലാം ഹനിച്ച് ലോകരക്ഷ ചെയ്ത് ആനന്ദത്തിൽ, ഭക്തിയുടെ ആനന്ദത്തിൽ ഇരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്നാണ് ഇവിടെ അർത്ഥം. ഇനി അടുത്ത വീഡിയോയിൽ ഓം ലളിതാ പരമേശ്വരി നമഃ.